നമസ്കാരം, ഞാൻ മൃണാൾ. ബിരിയാണി റിസർച്ച് ചെയ്യാനാണ് ബാംഗ്ലൂർ പോയത്. പക്ഷെ അപ്പോഴാണ് ഞാൻ കേട്ടത് പണ്ട് ISROയിൽ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേരുടെ ഒരു ചെറിയ അൺഒഫീഷ്യൽ റീയൂണിയൻ ഇവിടെ നടക്കണ്ടെന്ന്. അപ്പം നമ്മൾ ചെല്ലണ്ടേ? എനിക്കൊന്നും പറയാൻ പറ്റൂല, കാരണം ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് ഇവിടെ. എനിവേ, ഇവിടെ ശ്രദ്ധിക്കും. ഇതാണ് ഓട്ടയുള്ള ദോശ. ഇങ്ങനത്തെ ദോശ ഇന്നത്തെ കാലത്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. കണ്ടോ, ഇങ്ങനത്തെ ദോശയിലേക്കാണ് എല്ലാവരുടെയും പ്രയാണം. ഇഡലി ആയാലും ദോശ ആയാലും ഒരു ലോഡ് നെയ്യ് വേണം. ആക്ച്വലി ഇത് ഇവിടുത്തെ ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള ദോശയാണ്. ദിസ് ഈസ് എ ലെജൻഡറി ഷോപ്പ് ഇൻ ബാംഗ്ലൂർ. ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഉഴുന്ന് കൂട്ടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മനോഹരമായ സാധനം. ബിരിയാണി കഴിച്ച് ഇനിയും ബിരിയാണി കഴിച്ച ഹോസ്പിറ്റലിൽ പോകുന്നുള്ള അവസ്ഥയായി. അത്രയും മോശം ഫുഡ് ക്വാളിറ്റിയാണ് ബിരിയാണിയുടെ. അപ്പം ബാംഗ്ലൂർ വളരെ ഗ്രേറ്റ് സിറ്റിയിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് ഇംപ്രഷനുമായിട്ട് പോകുന്നത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇത് ആക്ച്വലി പൂരിയുടെ കൂടെ കൊടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് മസാല കറിയാം. ദോശയുടെ കൂടെ ആരും ഇങ്ങനത്തെ ഒരു കറി തരാൻ സാധ്യമില്ല. പക്ഷെ സൂപ്പർ ടേസ്റ്റ്. പറഞ്ഞു വന്നത് ബാംഗ്ലൂർ പോലത്തെ ഒരു ഗ്രേറ്റ് സിറ്റിയിൽ നിന്ന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇംപ്രഷനായിട്ട് ഈ ചട്നി ഒന്നും തന്നെയല്ലേ. അതെ, ഇതൊരു നെഗറ്റീവ് ഇംപ്രഷനായിട്ട് പോകണ്ടല്ലോ. എൻ്റെ കൂടെ വന്ന അശ്വിനും ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിതിനും ഒക്കെ പ്രശ്നം, സീരിയസ് പ്രശ്നമാണ്. ഒന്നുമില്ല, കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോയി കാശ് കൊടുത്ത് ബിരിയാണി കഴിച്ചു എന്നുള്ളത് തെറ്റേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാംഗ്ലൂർ നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്നത് അപൂർവ സ്ഥലങ്ങളേ ഉള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അത് ബാംഗ്ലൂർ താമസിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ 5 സ്റ്റാർ ഹോട്ടൽസിൻ്റെയൊക്കെ ക്വാളിറ്റി പോയി എന്നല്ല കേട്ടോ. സാധാരണ മനുഷ്യന്മാരും സാധാരണഗതിയിൽ പോയി കഴിക്കുന്ന ഫുഡുണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പല റെസ്റ്റോറൻറ്റിലും ഞങ്ങൾ 3-4 പേര് ഭക്ഷണം കഴിച്ചിട്ട് 2000 രൂപയുടെ മേലെ ബില്ല് വന്നിട്ടുണ്ട്. അതാണ് ബാംഗ്ലൂർ ഒരു സാധാരണ എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും AC ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് അതെന്തായിരിക്കും അങ്ങനെ. പണ്ട് ബാംഗ്ലൂർ ഭയങ്കര ക്വാളിറ്റിയുള്ള ഫുഡിന് പേര് കേട്ട അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഒരു AC ഉള്ള സാധാരണ ബിരിയാണി കടയിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. നാഗാർജുന മാത്രമായിരിക്കും നമുക്കൊരു തൃപ്തിയുടെ എലമെന്റ് തന്നെ ഒരേ ഒരു റെസ്റ്റോറൻറ്റ്. കമ്പാരിറ്റീവ്ലി നാഗാർജുന എക്സ്പെൻസീവ് ആണ്. കണ്ടോ, ചോപ്പ് നിങ്ങൾ രാമേശ്വരം കഫേയിലൊക്കെ പോയിട്ട് ഇഡലിയിൽ നെയ്യിൽ മുങ്ങിക്കുളിച്ച ഇഡലിയും ദോശ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടോ. ഈ ദോശ ഒരു സംഭവം അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ ഐ പ്രിഫർ ഓട്ടയുള്ള സാധാരണക്കാരൻ്റെ സാധാ ദോശ. നിനക്കൊരു കഷ്ണം പോലെ വേണ്ട. വഴക്കായ ബിരിയാണിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. പക്ഷെ എനിക്കിത് കഴിച്ചല്ലേ പറ്റൂ, ഞാൻ ഷൂട്ട് ചെയ്യണ്ടേ.
ഓരോ കവളും കുടിക്കുമ്പോൾ ഇങ്ങനെ 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 ഹിറ്റ് ചെയ്യത്താലേ. എൻ്റെ പുറകിൽ കാണുന്ന നല്ല ഒച്ചയിൽ സംസാരിക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ നല്ല കാലത്ത് ഇന്ത്യയിലെ ജീവിതം വേണ്ടാന്ന് വെച്ച് അല്ല ജർമ്മനിയിലോ അമേരിക്കയിലോ ഒക്കെ പോയിരുന്നെങ്കിൽ അവർക്ക് എവിടെ എത്തായിരുന്നു എന്നറിയോ? സാമ്പത്തികമായിട്ടും വേറെ പല രീതിയിലും അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഈ രാജ്യത്തെ ചെറിയ ശമ്പളത്തിൽ ചെറിയ സൗകര്യത്തിൽ പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇന്നത്തെ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരവരൊക്കെ. ഈ പ്രായത്തിലുള്ളൊരു മെന്ററെ കിട്ടിയ നല്ല രസമുണ്ടാവില്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാമോ? ഈ പ്രായത്തിലുള്ള ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ ആ പ്രായത്തിലുള്ള അങ്ങനെ ഒരാളാണെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും. ഇറ്റ് വിൽ ബി എ വെരി ന്യൂ പെർസ്പെക്റ്റീവ്. ഞാൻ ആക്ച്വലി ഇന്റേൺ എന്ന് പറയുന്ന റോബർട്ട് ഡി നീറോയുടെ സിനിമ കണ്ടതിന് ശേഷം കുറെ കാലം അത് ആലോചിച്ചതാണ്. I told her, but she had some deadline to make, and then